നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലവർ ഗാർഡൻ എന്ന് പറയും, ചൈനീസ് ഗാർഡൻ്റെ ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ അതിനകത്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഗാർഡൻസിൻ്റെ ലൈറ്റിംഗ് ഒക്കെ, ഫ്ലവേഴ്സ് കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോയിൽ എത്രമാത്രം അത് എഫക്റ്റീവ് ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഏതായാലും ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇത് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ചാണ്. ഈ ഒരു എൻട്രൻസ് പല കളറിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അത്ര രസകരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആർട്ട് എന്ന് തന്നെ പറയാം. കറക്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണ്. ഇടയ്ക്കൂടെ ഞാൻ അങ്ങോട്ട് കയറി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പോകാൻ ശരിയല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാം. എന്തായാലും നോക്കുന്നില്ല, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ്. ഇല്ലെങ്കിൽ പറ്റും ഈ ഫ്ലവർ ഗാർഡനകത്തൂടെ ഇങ്ങനെ ആ എൻട്രൻസ് അകത്തൂടെ കയറി പോകുമ്പോൾ ഉള്ള ഒരു അനുഭൂതി, ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് ഇത്. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ അതിനെ ഒന്ന് കാണാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മറു സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് രസകരമുണ്ട്. പല കളറിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്ര രസകരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മൂല്യം തികച്ചും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു രസകരമായൊരു സംഭവം തന്നെയാണ്. ഈ ഗാർഡനിലെ ചെറിയ ചെറിയ കാഴ്ചകളിലൊക്കെ കണ്ട് നമുക്കങ്ങ് പോകാം. എവിടെ നോക്കിയാലും ഇങ്ങനെ മിന്നുന്ന ലൈറ്റുകൾ. ഇത് ഇന്നുകൂടെ ഉള്ളു, അതുകൊണ്ടാണ് ഇന്ന് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനതായാലും വലിയ കാര്യമായിട്ടൊന്നും ഇതിൽ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം എഡിറ്റിംഗ് ഇല്ലാതെ തന്നെ എല്ലാം തനതായ ഭംഗിയിൽ തന്നെ അത് നിങ്ങൾ ഓരോരുത്തരിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എൻ്റെ വായിൽ വരുന്നതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് വല്ലതും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ക്ഷമിക്കണം. ഇത് ഒരു സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. കാഴ്ചകൾ ധാരാളമുണ്ട് കാണുവാൻ. എവിടം വരെ എത്തും എന്നുള്ളതാണ്. ഇവിടെ ഒരു നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴത്തേന് ഇതിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൂടെ കൂട്ടിയെടുത്ത് ഫോട്ടോ എടുക്കാൻ മനോഹരമായിരുന്നു. ഇപ്പോൾ അത് എവിടെയോ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിൽ ഒരു കാഴ്ച കൂടെ ഉണ്ടായിരുന്നു. അതിപ്പം അത്ര കൃത്യമായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്നെ ചിറക് വിടർത്ത് പറക്കുന്ന രൂപത്തിലാണ് മനോഹരമായിട്ട് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നതിൻ്റെ പുറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ ആ ഫ്ലവറിൻ്റെ ഗാർഡൻ്റെ ആ ഭാഗം കൂടെ കാണാം. ഇതിങ്ങനെ ഒരുമിച്ച് ആക്കിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു വർക്കാണിത്. ഈ രാത്രി മുഴുവൻ നടന്ന് കാണുവാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാഴ്ചകൾ 1-2 സ്ഥലങ്ങളിലൂടെ ചൈനീസ് ഗാർഡനിലെ ആ പഗോഡയിലേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൂടെ പോയി കണ്ടിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. ജുറോങ് ലേക്ക് ഗാർഡനിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനെ, അതുപോലെ തന്നെ ജപ്പാനീസ് ഗാർഡൻ്റെ അട്രാക്ഷൻസ്, അതുപോലെ ലേക്ക് സൈഡ് ചൈനീസ് ഗാർഡൻ നമ്മൾ തുറന്നിട്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലവിൽ ചൈനീസ് ഗാർഡനിലാണ്. ലേക്ക് സൈഡ് ഗാർഡനിലുള്ള അട്രാക്ഷൻസ് വളരെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ യു ആർ ഹിയർ. സോ നമ്മളിപ്പം ഇവിടെ ഈ ചൈനീസ് ഗാർഡൻ്റെ ഒത്ത നടുക്കാട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തതിനുള്ള നമ്പർ 6 എന്ന് പറഞ്ഞ ടീ പവലിയന്, അതുപോലെ തന്നെ സ്റ്റോൺ ബോട്ടിൻ്റെ ഭാഗത്തൊക്കെയാണ്. സ്റ്റോൺ ബോട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് നീങ്ങാം അല്ലേ. സുൻകൻ ഗാർഡൻ ആണ് നമ്മൾ പോകുന്നത്. ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനത്തോടു കൂടിയൊക്കെയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റുഡിയോ എഫക്റ്റിലേക്കാണ്. ഒക്കെ വന്നിട്ട് ഇങ്ങനെ നല്ല സ്നോ എഫക്റ്റാണ്.
പ്രത്യേക അനുഭൂതിയിലൂടെ കടന്ന് വന്നിട്ട് നമ്മൾ പുറത്തേക്ക് എത്തുകയാണ് ഇപ്പം വീണ്ടും. വളരെ മനോഹരമെന്ന് തന്നെ പറയാം ഈ ഒരു സൃഷ്ടികൾ ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജിലെത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ധാരാളം കാണാനുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പരിസമാപ്തി കുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങ് ദൂരെ അങ്ങകലെ കാണുന്നതാണ് ചൈനീസ് ഗാർഡനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ പഗോഡയാണ് കാണുന്നത്. പഗോഡയുടെ ദൃശ്യങ്ങൾ നമുക്ക് താഴെ ജലത്തിലതിൻ്റെ പ്രതിബിംബം കൂടെ കാണുമ്പോഴത്തേനുള്ള ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ ധാരാളം കാഴ്ചകൾ മറ്റും കാണാനുണ്ട്. ലൈറ്റിൻ്റെ പ്രതിബിംബം കാണുന്ന വെള്ളത്തിൽ കാണുന്നത് അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ ഒരു അനുഭവം തന്നെയാണ്, അനുഭൂതിയാണത്. കാഴ്ചകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാഴ്ചകൾ നമ്മൾ കണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനിയും നമുക്ക് തിരിച്ച് അവിടെയൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ ഡ്രംസിൻ്റെയൊക്കെ സൗണ്ട് ആ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നോടൊക്കെ അറിഞ്ഞിട്ട് നമുക്കിവിടുത്തെ ഈ ഒരു വീഡിയോ പൂർത്തിയാക്കാം എന്ന് കരുതുന്നു. നഗരത്തിൽ നിന്നും മാറി നിന്നുള്ള ഒരു സിംഗപ്പൂരിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ജുറോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ലേക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ചൈനീസ് ഗാർഡനും ഈ ജപ്പാനീസ് ഗാർഡനും ഇവിടുത്തെ ലേക്ക് സൈഡ് ഗാർഡനും എല്ലാം കൂടെ ചേർന്ന് അതിനെ മൊത്തത്തിൽ പറയുന്നത് ഇപ്പോൾ ഒരു ലേക്ക് സൈഡ് ഗാർഡൻ തന്നെയാണ്. ഈ ബ്രിഡ്ജിൽ പോലും മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നുള്ളതാണ്. ഈ ഒരു പാതയിലൂടെ ഏകനായിട്ട് നടന്നു പോകാൻ വേണ്ടി ഒരു നല്ല ഒരു അനുഭവം ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പം ഏകനായിട്ടൊക്കെ നടക്കാം, കാരണം ഇവിടെയുള്ള ആ തിരക്കുകളൊക്കെ കുറയുമെന്ന് വിചാരിക്കുന്നു. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ നല്ല മലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ തെന്നലേ. അതെ, നമ്മൾ കാണുന്നത് ഇല്ലിമുളം കാടുകൾക്കിടയിലൂടെ മനോഹരമായിട്ടുള്ള ഒരു ജലാശയമാണ്. ഒരു വാട്ടർ ഫ്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടിയാണെന്ന് നോക്കി. നിങ്ങളെല്ലാവർക്കും ഒന്ന് വളരെ ഭംഗിയായിട്ട് രണ്ട് സൈഡിലും ഇല്ലിമുളം, ഇല്ലിയുടെ അങ്ങകലെ ദൂരെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ജലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എത്ര നാച്ചുറലായിട്ടാണ് എന്നെ തോന്നിക്കുന്നത്, എത്ര മനോഹരമായിരിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഈ ലൈറ്റിങ്ങൊക്കെ സ്ഥിരമായിട്ടുണ്ടാകും. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ കൂടുതൽ പിക്ചറുകളുമൊക്കെ ഞാൻ അതുവരെയായിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള വ്യൂ, ഇത്ര മനോഹരം. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങളൊക്കെ ആസ്വദിച്ചെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വരും. മധുരം മാധുര്യം എന്ന ചാനലിലൂടെ സിംഗപ്പൂരിലെ ഒട്ടുമിക്ക കാഴ്ചകളും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ തുടക്കം തന്നെയാണ് നമ്മുടെ ചൈനീസ് ഗാർഡനും ജപ്പാനീസ് ഗാർഡനും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ജുറോങ് ലേക്ക് ഗാർഡനും. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.